വിളിച്ചാൽ വിളി കേൾക്കുന്ന സഹത, ഓർമ്മ നിർവഹിക്കുവാൻ തമ്പുരാൻ തന്ന ആയുസ്സിനും അവസരത്തിനുമായി നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ എബ്രായർക്ക് എഴുതിയ ലേഖനം 11-12 അധ്യായങ്ങൾ നമ്മളിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോയ പഴയ നിയമകാലത്തും പുതിയ നിയമകാലത്തുമുള്ള എല്ലാ പരിശുദ്ധരുടെയും ശുദ്ധിമതികളുടെയും വിശ്വാസികളായ സകല വാങ്ങിപ്പോയവരുടെയും സാന്നിധ്യം നമ്മോടൊപ്പമുണ്ട്. അവരെന്നും ജീവിക്കുന്നു നമ്മോടൊപ്പം, നമ്മളുടെ ഇടയിൽ. നാം അവരുമായും അവർ നാമുമായുമുള്ള സംസർഗത്തിൽ ഇത് ഊന്നി പറയുന്ന അധ്യായങ്ങളാണ്. ശാന്തമായി നമ്മൾ ഒരു ഗ്രഹപാഠമായി ഇത് വായിച്ച് ധ്യാനിക്കുന്നത് നന്നായിരിക്കും. കാരണം നമ്മളുടെ ജീവിതത്തെക്കുറിച്ചുള്ള സാധാരണ സങ്കല്പം ഈ കാണാറാകുന്ന ലോകം മാത്രമാണ്. ഇന്ദ്രിയ സന്നികർഷകമായ കണ്ണുകൊണ്ട് കണ്ടും ചെവി കൊണ്ട് കേട്ടും മൂക്കുകൊണ്ട് മണത്തും നാക്കുകൊണ്ട് രുചിച്ചും കൈകൊണ്ട് അല്ലെങ്കിൽ തൊക്കുകൊണ്ട് തൊട്ടറിഞ്ഞുകൊണ്ട് ഒരു പ്രപഞ്ചം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിനു വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ഇന്ദ്രിയ ലോകത്തെ സംവദിച്ചുകൊണ്ടും അതിനോട് സമ്പർക്കം പുലർത്തിയും അതിൽ നിന്ന് സ്വീകരിച്ചും പ്രതികരിച്ചും ചോദനകൾ അതിനനുസരണമായി നമ്മൾ ഉണർത്തിയും ഉയർത്തിയും അങ്ങനെ നമ്മളുടെ ജീവിതം ഐഹികമായി പോകുന്നു. Our life we have reduced to a visible world known by our senses, external senses. പക്ഷേ വചനം നമ്മളോട് പറയുകയാണ്, life is bigger than that, wider than that, much greater than that, not simply confined to the sensible world, it goes even beyond that. Now the visible world, the invisible world is much wider than the visible. ഈ നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാകുന്ന ലോകത്തേക്കാൾ എത്രയോ പ്രവിഷ്ടരമാണ് നമുക്ക് ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണാനും അറിയാനും കഴിയാത്ത ലോകം. പരലോകം, ദൈവ സാന്നിധ്യമുള്ള ലോകം. ഇത് നമ്മളുടെ ജീവിത സങ്കല്പത്തെ നമ്മൾ ശരിപ്പെടുത്തി എടുക്കുന്നതിന് വളരെ സഹായിക്കും. Our world view, the view of our life, ഇതേ സംബന്ധിച്ച് തന്നെ നമുക്ക് ഒരു വിശാലമായ കാഴ്ചപ്പാട്, an integral view of life, സമഗ്രമായ സമാശ്ലേഷിയായ ഒരു ജീവിതം സംബന്ധിച്ചുള്ള ഒരു ധാരണ ഉയർത്തിയെടുക്കുവാൻ ഈ ഓർമ്മയുടെ ദിനങ്ങൾ നമുക്ക് സഹായിക്കേണ്ടതുണ്ട്. ഇത് ഞാൻ ആമുഖമായി പറയുകയാണ്. എബ്രായരുടെ ലേഖനം 11-12 അധ്യായങ്ങൾ ശാന്തമായി വായിക്കണം എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ ഇപ്പോൾ പറഞ്ഞ ആമുഖ വാക്കുകൾക്ക് അടിസ്ഥാനമായി 11-ാം അധ്യായം, എബ്രായരുടെ ലേഖനം 11-ാം അധ്യായം 4-ാം വാക്യം ഞാൻ ഇവിടെ ഉദ്ധരിക്കുകയാണ്. Able by faith, even after death, continues speaking. ഹാവേൽ വിശ്വാസത്താൽ മരണശേഷവും
സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. വേദപുസ്തക ചരിത്രത്തിലെ ആദ്യത്തെ സഹതായാണ് ഹാബേൽ. സഭയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ പുണ്യപിതാവാണ് ഗീവർഗീസ് സഹത. ഹാബേലിന്റെ ചരിത്രപരമായ വളരെ കർക്കശമായ ഒരു വിശദീകരണം ചരിത്രപരമായ എവിടെയാണ്, ഏത് നൂറ്റാണ്ടിലാണ് അത് തിട്ടപ്പെടുത്തുവാൻ നമുക്കാവില്ല, പക്ഷെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഗീവർഗീസ് സഹതായുടെ കാലം സംബന്ധിച്ച് ചരിത്രപരമായി അങ്ങനെന്ന് നിർണയിച്ച് പറയുവാൻ ആവാതവണ്ണം അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ്, ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. ഹാബേൽ ഇന്നും ജീവിക്കുന്നു. ഹാബേൽ ഇന്നും നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ഏതോ പഴയകാലത്ത് ജീവിച്ചിരുന്ന ഒരാൾ ഈ കാലാനുഭവമായി മാറുകയാണ്, ഈ കാലത്തിൻ്റെതായി മാറുകയാണ്. സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം he is present today എന്നുള്ളതാണ്. അവൻ ഇന്നും നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. He lives even today. Physically he is no more, but in spirit, in faith, he continues speaking to each and every one of us. ഇത് അടിവരയിടേണ്ടതാണ്. ഗീവർഗീസ് സഹത എന്നും നമ്മോടൊപ്പം ജീവിക്കുന്നു. നാമുമായുള്ള കമ്മ്യൂണിയനിലാണ് അദ്ദേഹം. He is present and he is interacting with us. He is in communion with us. He even intercedes for us. He is present. He is continuous speaking to us. That means he is in communion with us and he intercedes for us. ഗീവർഗീസ് സഹത പഴയകാലത്ത് നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന 1700 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് 1700 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ക്രിസ്തബ്ദം ജീവിച്ചിരുന്ന ഒരു പുണ്യവാനാണ്. അദ്ദേഹം ഇന്നും നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഹാബേലിനെ പോലെ വചനപ്രകാരം എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 4-ാം വാക്യം. ഇതെങ്ങനെ നമുക്ക് മനസ്സിലാകും? നമ്മുടെ മധ്യസ്ഥത, നമ്മളുടെ അർത്ഥനകൾ, നമ്മളുടെ പരിലേപനങ്ങൾ സഹതായുടെ മധ്യസ്ഥതയിൽ ദൈവനിരസന്നതയിൽ സമർപ്പിക്കുമ്പോൾ, സഹതായുടെ മധ്യസ്ഥത മുഖാന്തരമായി ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുമ്പോൾ, ദൈവം ഇന്നും ജീവിക്കുന്നവനാണെന്ന് സഹത നമുക്കിടയിൽ മധ്യസ്ഥനായി നിന്നുകൊണ്ട് നമ്മളെ ആ ബോധത്തിലേക്ക് ഉയർത്തുകയും ഉണർത്തുകയുമാണ്. ഇത് നമ്മൾ മറന്നു പോകുവാൻ പാടുള്ളതല്ല. ഇത് പലപ്പോഴും നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. എങ്ങനെ നമ്മളുടെ പ്രാർത്ഥനകൾ ദൈവജനസന്നിധിയിൽ സമർപ്പിക്കുന്ന വഴി സഹത നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവം ആ പ്രാർത്ഥനകൾക്ക് മധ്യസ്ഥത മുഖാന്തരമായി നമ്മളുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്നത് നമ്മൾ രുചിച്ചറിയുമ്പോൾ, 3-4 വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരമൊരു ഓർമ്മപ്പെടുത്തൽ ഉണ്ടായി എന്നുള്ളതിന് ഞാൻ സാക്ഷിയാണ്, ഞാൻ അനുഭവസ്ഥനാണ്. ഇതുപോലെ ഒരു സന്ദർഭത്തിൽ കേരളത്തിൽ വടക്കൻ പ്രദേശത്തുള്ള ഗീവർഗീസ് സഹോദരയുടെ നാമത്തിലുള്ള ഒരു പള്ളിയിൽ മുഖ്യകാർമ്മികനായി എന്നെ ക്ഷണിക്കുകയുണ്ടായി. തലേ ദിവസം തന്നെ ഉണ്ടായിരിക്കണം എന്ന് അവർ സ്നേഹത്തോടെ ആവശ്യപ്പെട്ടു. അങ്ങനെ സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ് വൈകിട്ടത്തെ പ്രദക്ഷിണവും ആശീർവാദവും പൂർത്തീകരിച്ച് ഭക്ഷണശേഷം
വിശ്രമത്തിനായി ഉറക്കത്തിനായി ഭവനങ്ങളിലേക്ക് പോയി ഞാൻ പ്രാർത്ഥന ചെയ്തു. പുലർച്ചെ 5 മണിയാവുമ്പോൾ രാത്രി പ്രാർത്ഥനയ്ക്കായി ഞങ്ങൾ ഒത്തുകൂടുന്നു. വൈദികരും ഏതാനും ശുശ്രൂഷകരും. ആ ദേവാലയത്തിലെ പ്രധാന ശുശ്രൂഷകൻ വളരെ നിഷ്ഠയുള്ള ഒരു അന്യായക്കാരനാണ്, ഒരു ശുശ്രൂഷകനാണ്. അദ്ദേഹം പുലർച്ചെ വന്ന് അദ്ദേഹം ചെയ്തു തീർക്കേണ്ട കർമ്മങ്ങളെല്ലാം രാത്രി പ്രാർത്ഥനയോടൊപ്പം തന്നെ പൂർത്തീകരിച്ച ശേഷം പ്രഭാത പ്രാർത്ഥന ആരംഭിച്ചു കഴിഞ്ഞ് പതിവ് പ്രകാരം തൂയോപ ശുശ്രൂഷയ്ക്ക് കുടുംബ ശുശ്രൂഷയ്ക്ക് മദ്ബഹായിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞ് അന്ന് ദൈവസന്നിധിയിൽ അർപ്പിക്കേണ്ട അപ്പവീഴുകൾ എന്റെ കയ്യിലേക്ക് തന്ന ശേഷം മദ്ബഹായുടെ പടി ഇറങ്ങി താഴെ നിന്ന അവസരത്തിൽ ആ ശുശ്രൂഷകൻ എന്നോട് ഒരു കാര്യം മന്ത്രിക്കുകയായി. അയാൾ പറഞ്ഞു, ഞാൻ ഇന്നലെ രാത്രി അപ്പവീഴുകൾ പിറ്റേ ദിവസത്തേക്ക് ശരിപ്പെടുത്തേണ്ടതിനുള്ള തലേ ദിവസം ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ചു, കുഴച്ചു വെച്ചു. കുർബാന അപ്പത്തിന് രാവിലെ എഴുന്നേറ്റ് അത് ചുട്ടെടുക്കണം. അയാളത് ചെയ്യുന്നത് ഇലക്ട്രിക് ഓവനിലല്ല, ഹീറ്ററിലല്ല. അദ്ദേഹം പഴയ പടിയുള്ള വിശാലമായ ഒരു ചട്ടി അതിൽ കരി നിറച്ചു വെച്ചു. എന്നിട്ട് പുലർച്ചെ വന്ന് ആ കരി കനലായി മാറ്റി അതിന് വേണം അടിച്ചു കാച്ചാൻ. അതിനുവേണ്ടി തലേ ദിവസം ആ ചട്ടിയിൽ കരി പൂർണ്ണമായും നിറച്ചു വെച്ചു, ഉറപ്പിച്ചു. കുർബാനയ്ക്ക് കുഴച്ചു വെച്ചു. അതെല്ലാം പൂർത്തീകരിച്ച് പുലർച്ചെ എഴുന്നേറ്റ് 4 മണി ആയപ്പോൾ തന്നെ ദേവാലയത്തിലെത്തി. 5 മണിക്ക് രാത്രി പ്രാർത്ഥനയ്ക്ക് കൂടണം. അതിനു മുമ്പ് കുർബാനയപ്പമെല്ലാം ക്രമീകരിക്കുന്നതിനായി അദ്ദേഹം പുലർച്ചെ വന്ന് 4 മണിക്ക് വന്ന് പള്ളി തുറന്ന് ഇത് തയ്യാറാക്കുന്ന ആ സ്ഥലത്തേക്ക് പോയി അവിടെ അദ്ദേഹം കണ്ടതെന്നു എന്നോട് പറയുകയാണ്, ആ ചട്ടിയിൽ ഒരുക്കി വെച്ചിരുന്ന കരി കനലായി മാറിയിരിക്കുന്നു. ഒരല്പമൊന്ന് ആശങ്കപ്പെട്ടു. എന്ത് സംഭവിച്ചു? ഞാൻ അറിയാതെ അത് കത്തിച്ചു വെച്ചോ? ഇല്ല, അത് കനലാണ്. തലേന്നെ അത് ഏതെങ്കിലും വിധത്തിൽ അത് കത്തിച്ചു പോയെങ്കിൽ അത് കനൽ എന്നുള്ളത് അതിന്റെ ഭാവം മാറി അത് ചാരമായി മാറി തുടങ്ങുവാനുള്ള സാധ്യതയുണ്ട്. ഒന്നും ഉണ്ടായില്ല. അദ്ദേഹം ഒരല്പം ഭയപ്പെടും. ഈ വർഗീയ സഹോദരരുടെ മധ്യസ്ഥതയിൽ കൂടുതൽ അഭയപ്പെട്ടു. വിശുദ്ധ കുർബാനയുള്ള അപ്പം അതിൽ തന്നെ പാകപ്പെടുത്തി ഒരുങ്ങി അത് ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ എനിക്ക് തന്ന് സമർപ്പിച്ച ശേഷം വിശുദ്ധ ത്രോണോസിൽ നിന്ന് ത്രോണോസിന്റെ പടിയിറങ്ങി താഴെ വരുമ്പോൾ അദ്ദേഹം അല്പം ഒരു ഭയം, അതേസമയം ഭക്തി നിറഞ്ഞുകൊണ്ട് എന്നോട് ഈ കഥ ആവർത്തിക്കുമ്പോൾ ഞങ്ങൾ തമ്മിൽ ഒരു കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കിടുകയാണ്. ഇങ്ങനെ ഒരു സംഗതി നടന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് സഹത നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് നിങ്ങളോടൊപ്പം ഞാനുണ്ട് മക്കളെ എന്നുള്ളതാണ്. അതാണ് അതിന്റെ അർത്ഥം. യുക്തിക്കപ്പുറമായ യുക്തി അധിഷ്ഠിതമായ ഒരു വിശകലനമുണ്ട്, യുക്തിയാതീതമായ ഒരു വിശകലനവുമുണ്ട്. നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ചില അറിവുകളുണ്ട്. ആ അറിവുകളിൽപ്പെടും ഈ വർഗീയ സഹത, കുഞ്ഞെ, നിങ്ങൾ ദൈവതിരുസന്നിധിയിൽ നിന്നുകൊണ്ട് ഈ ബലഹീനനായ എന്നെ ഓർത്ത് മധ്യസ്ഥനായി സ്വീകരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ
യഥാർത്ഥമായും നിങ്ങളുടെ ഉള്ളത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? നിങ്ങൾ ആരെയും വിളിച്ച് അപേക്ഷിച്ചുകൊണ്ട് ഒത്തുകൂടുന്നുവോ? ആ മധ്യസ്ഥൻ നിങ്ങളുടെ ഇടയിൽ ദൈവസന്നിധിയിൽ ദൈവത്തോടൊപ്പം സന്നിഹിതനായിരിക്കുന്നുവെന്ന്. ഇത്തരം എത്രയോ അനുഭവങ്ങളാണ് സാക്ഷ്യപ്പെടുത്തുവാനുള്ളത്. പല ദേവാലയങ്ങളിലും സഹോദരരുടെ നാമത്തിലുള്ള ദേവാലയങ്ങളിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ പേർക്കും സഹതായം വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് അനുഷ്ഠാന പ്രധാനമായ ഒരു സംഗതിയായി മാത്രം അതിനെ ചുരുക്കിക്കളയുകയാണ്. അതോ സഹത യഥാർത്ഥമായി ഒരു പോലും സഹതായ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹം സന്നിഹിതനായിരിക്കുന്നുവെന്ന് ഹൃദയത്തിൽ തൊട്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാൻ യഥാർത്ഥത്തിൽ നമുക്ക് കഴിയുന്നുണ്ടോ? സഹത നമ്മളെ തിരുത്തുകയാണ്. I am present. I am in communion with you. I carry your burdens and sorrows to the presence of God in my prayers. പ്രാർത്ഥനയിലൂടെ, നിങ്ങളുടെ പ്രാർത്ഥനയിലൂടെ ഞാനും സന്നിഹിതനായിക്കൊണ്ട് നിങ്ങളുടെ അർത്ഥനകളും അപേക്ഷകളും ദൈവത്തിരുസന്നിധിയിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നുവെന്ന് യഥാർത്ഥത്തിൽ നിങ്ങൾ ബോധ്യപ്പെടുന്നുണ്ടോ? തീർച്ചയായും അങ്ങനെ ഒരു ചോദ്യം നമ്മോട് തന്നെ ചോദിക്കേണ്ടതാണ്. In faith, even after death continues speaking. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം he is in communion with us. He is present with us. ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. ഈ ശുശ്രൂഷയിൽ അങ്ങനെ ദൈവം സന്നിഹിതനായി നമ്മോട് ഒത്തു നിൽക്കുമ്പോൾ ദൈവം മാത്രമല്ല, അവിടെ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ദൈവത്തെ പരിശുദ്ധന്മാരും, ഇത് നമ്മൾ ആരെ സവിശേഷമായി നോക്കുമ്പോ ദൈവവർഗീയ സഹതായും മാലാഖമാരും നമ്മോടുകൂടെ വന്ന് നമ്മോടൊപ്പമായി നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ കാലത്തൊന്നും ജീവിച്ചിരുന്ന ഒരാൾ, the past becomes present, the distant becomes nearer in communion with us. അങ്ങ് അവരെയായിരിക്കുന്ന ഒരാൾ, ഒരു മധ്യസ്ഥൻ ഇന്ന് ഇവിടെ നമ്മോടുകൂടെ ആയിരുന്ന് ആ സംസർഗത്തിലാവുകയാണ് നാമുമായി. പഴയകാലത്ത് ഭൂതകാലം വർത്തമാനമാവുകയാണ്. വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നു. താബോർ മലയിൽ യേശു തമ്പുരാൻ പടികൾ കയറി ഗിരിമുകളിൽ നിന്നുകൊണ്ട് കൈകൾ മലർത്തി കണ്ണുകൾ ഉയർത്തി പിതാവിനോട് മുഴുവനും പ്രാർത്ഥിക്കുകയാണ്. ദൈവം പറഞ്ഞു വന്നു, മോശയും ഏലിയായും പറഞ്ഞു വന്നു. 900 വർഷങ്ങൾക്ക് മുമ്പ്, 1000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന മോശയും 900 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഏലിയായും. ഒരാൾ സാധാരണ മരണം പ്രാപിച്ചു, മറ്റൊരാൾ ഉടലോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. അവർ യേശു തമ്പുരാനുമായി സംസാരിച്ചു കൊണ്ടിരുന്നു. വിഷയം യേശു തമ്പുരാൻ യെരൂശലേമിൽ സംഭവിക്കാനിരുന്ന പീഡാനുഭവത്തെ സംബന്ധിച്ചും അതേ തുടർന്നുള്ള കാര്യങ്ങളെ സംബന്ധിച്ചും 1000 വർഷങ്ങൾക്ക് മുമ്പ്, 900 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ആ പുണ്യവാന്മാർ ഇക്കാലത്തിൽ ജീവിച്ചിരുന്ന യേശുവുമായി സംവദിക്കുകയാണ്, പങ്കിടുകയാണ്. They are in communion. They are sharing their burdens one another, each other. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഉള്ളവരെ, ഒരു കാര്യം മാത്രമേ ഈ അവസരം ഞാൻ അടിവരയിടുന്നുള്ളൂ. നമ്മളെ ആരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുവോ, ആരുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുന്നുവോ, ആ പുണ്യവാൻ ഇന്ന് നമ്മോടൊപ്പം നമ്മളുടെ ഇടയിൽ സന്നിഹിതനായിരിക്കുന്നു. He is present. അവൻ ഇന്ന് നമ്മോട് കമ്മ്യൂണിയനിലാണ്. He is interacting with us. He is interceding for us. And He is in communion with us.
Then what does it mean, commemoration? Commemoration means the past becomes present and we are in communion with the saint who we are remembering. നാം ആരെയാണോ ഓർക്കുന്നത് ആ പരിശുദ്ധൻ ഭൂതകാലത്തിൽ നിന്ന് വർത്തമാനമാവുകയും സന്നിഹിതനായി തീരുകയും അദ്ദേഹം നാമമോത്തുന്ന സംസർഗത്തിലാവുകയുമാണ്. Commemoration is presence and commemoration is communion. ഈ ഒരു അനുഭവത്തെ നമ്മളുടെ ഹൃദയത്തിൽ വിധിച്ചറിഞ്ഞുകൊണ്ട് ദീപർഗീയ സഹദ ഇന്നും നമ്മോടൊപ്പമുണ്ട്. സഹദയെ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സാന്നിധ്യം നമ്മോടുകൂടെ ഉണ്ടെന്ന് തിരിച്ചറിയും വിധം നമ്മളുടെ വിശ്വാസം ആഴമാക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിൽ എല്ലാവരെയും സമർപ്പിക്കുന്നു.